നമ്മളെല്ലാവരും, അതായത് ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തെ എല്ലാവരും ഒരു നുണയിലൂടെയാണ് കടന്നുകൂടുക. അതായത് ഈ പറയുന്ന പൊളിറ്റീഷ്യന്മാരുടെ ഈ പറയുന്ന ബിസിനസ് ആൾക്കാരുടെ നുണയല്ല, നമ്മളെ കുറിച്ച് നമുക്ക് അതൊന്നും അറിയില്ല. അതായത് എന്താണോ നമ്മൾ പണ്ട് തൊട്ടേ ഫോളോ ചെയ്തത്, അതായത് നമ്മുടെ അച്ഛനമ്മ ഫോളോ ചെയ്തത് നമ്മൾ ഫോളോ ചെയ്യും, നമ്മുടെ മക്കൾ ഫോളോ ചെയ്യും, അങ്ങനെ ഒരു ഫോളോ ആയിട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. കാരണം എന്റെ അമ്മയെല്ലാം കാലുവലിയിട്ട് അക്കിപ്പഞ്ചിലൊക്കെ പോകുമ്പോൾ അമ്മനെ പിണങ്ങിയിട്ടുണ്ട്. എന്താ അമ്മ പിന്നെ അവിടെ ഇവിടെയൊക്കെ തുറക്കുമ്പോൾ അസുഖം മാറാൻ പോണല്ലോ, ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് മേടിച്ച് കഴിക്കും. ഓക്കെ, അതായത് ഞാൻ ആ ഒരു അറിവ് കിട്ടാഞ്ഞ സമയത്ത്, ആ ഒരു ജ്ഞാനം ലഭിക്കാഞ്ഞ സമയത്ത് ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ എല്ലാ രീതിയിലും കടന്നു വന്നതിന് ശേഷമാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് ഒരിക്കലും തുടക്കം മുതലേ ആ ഒരു രീതിയിൽ വരാൻ പറ്റില്ല. നമ്മൾ ഈ പറയുന്ന മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും, ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനി എല്ലാവരുടെ അബദ്ധങ്ങളിലെല്ലാം നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് മനസ്സിലാവും, ഇതെല്ലാം ആ ഒരു അവരുടെ പ്ലാൻ ആയിരുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. റിലാക്സോസിന്റെയും മാനേജിംഗ് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ സമസ്ത പ്രപഞ്ചത്തിന്റെയും എല്ലാവിധ മൾട്ടിനാഷണൽ കമ്പനി, അത് ഏത് എത്ര വലിയ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്, കാരണം സ്ട്രാറ്റജി എനിക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽസും ഈ പറയുന്ന ഫുഡ് ഇൻഡസ്ട്രി എല്ലാം കണക്ട് ആയിരിക്കുന്നത് നമ്മൾ എന്ന് സിക്കായിക്കൊണ്ട് തന്നെ ഇരിക്കണം. പക്ഷെ ഇതെല്ലാം ഞാൻ പറയില്ലേ, നമ്മൾ ആ ഒരു യോഗികൾ, നമ്മുടെ പ്രാചീനമായ സയന്റിസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന ന്യൂട്ടണും ഈ പറയുന്ന എല്ലാ ആൾക്കാരൊന്നും അല്ല, അവരെല്ലാം കണ്ടുപിടിച്ചത് എന്തൊക്കെ ഇക്വേഷൻ എല്ലാം എഴുതി വിടുന്നു, എന്തൊക്കെയോ അല്ലേ, എന്തോ അവർ പഠിച്ചു, അവർ പറഞ്ഞു E=mc². എന്താണ് ഇതൊക്കെ? നമ്മുടെ ലൈഫിന് യാതൊരുവിധ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ യോഗികൾ, നമ്മുടെ ഋഷികൾ, നമ്മുടെ മുനികൾ, നമ്മുടെ വേദങ്ങൾ, അതായത് ഈ ഒരു വേദങ്ങൾ തന്നെയാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എല്ലാവിധ ഉപനിഷത്തുകളുടെ ഒരു സാരാംശമാണ്. ഈ ഒരു ബുക്കിൽ എല്ലാം ഉണ്ട്. അതായത് എങ്ങനെ ജീവിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ മൈൻഡ് കൺട്രോൾ ചെയ്യണം. അപ്പൊ ഒരു സൈക്കോളജിക്കൽ ബുക്കാണിത്, ഒരിക്കലും ഈ പറയുന്ന ആൽഗോരിതം അല്ല. അപ്പോൾ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും അതിൽ നിന്ന് പണം ഉണ്ടാക്കാനും ഇവിടുത്തെ ഒരുപാട് ബിസിനസ് ആൾക്കാരും ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പണ്ട് മുതലേ ആ ഒരു ആൾക്കാർ, നമ്മുടെ യോഗികൾ അറിഞ്ഞു. ഞാനിപ്പോ എയുടെ ഒരു ദൂഷ്യഫലം, നമ്മുടെ ഒരു കുഞ്ഞിന്റെ ഫോട്ടോ ഇതുപോലെ ഈസിലി വരാം. ഇതിപ്പോ വന്നിരിക്കുന്നത് തമന്നയുടെയും ഐശ്വര്യ റായിയുടെ എല്ലാമാണ്. പക്ഷേ നമ്മുടെ ഒരു പെങ്ങളുടെയോ അമ്മയുടെ എല്ലാം വന്ന് നമ്മൾ എവിടെ പോകും, ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. കാരണം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബോംബിനെക്കാട്ടും വലിയൊരു അപകടമാണ്. അത് അച്ഛനും അമ്മയും പെങ്ങളെയൊന്നും തിരിച്ചറിയാത്ത രീതിയിൽ മിക്സ് ആക്കും, കുരങ്ങാക്കി കളയും. കാരണം പ്രതികരിക്കാത്ത ആ ഒരു യങ്സ്റ്റേഴ്സും ആ ഒരു ബുദ്ധിയില്ലാത്ത യുവത്വം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവർ പ്രതികരിക്കില്ല. അവരെല്ലാം പരസ്പരം ഇങ്ങനെ പീഡിപ്പിച്ചൊക്കെ നടക്കും. അപ്പൊ ഇത് ഏറ്റവും വലിയൊരു ബോംബാണെന്ന് എനിക്ക് എന്റെ ഇൻഡ്യൂഷൻ വഴി കിട്ടിയത്, എന്റെ ധ്യാനത്തിലൂടെ എനിക്ക് കിട്ടിയത്. അപ്പൊ ഇതുപോലെ തന്നെ വർഷങ്ങളൊന്നും 1950-കളിലെല്ലാം ഈ ഒരു മെഡിക്കൽ സെക്ടർ ഇത്ര പ്രശ്നം വരും, നമ്മളെ കൊല്ലും, എല്ലാവിധ അസുഖങ്ങൾ വരും എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചാണ് സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗയും കായികൽപ്പ യോഗ. അതായത് കംപ്ലീറ്റ് ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസും നമ്മുടെ എക്സ്റ്റേണൽ ഓർഗൻസും എല്ലാം പെർഫെക്റ്റ്ലി അലൈൻ ചെയ്ത് നമ്മുടെ ബയോമാഗ്നറ്റ്സും നമ്മുടെ ലൈഫ് ഫോഴ്സും നമ്മുടെ ഹ്യൂമൻ ബോഡി മൈൻഡ് ഇതെല്ലാം പെർഫെക്റ്റ് ആക്കി വെക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഋഷി നമ്മൾ കണ്ടുപിടിച്ചത്. വേദേന്ദ്ര മഹർഷി വഴി ഡിവൈൻ നമുക്ക് തന്നത്. അതായത് ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ്, ഒരിക്കലും ഹ്യൂമൻസിന് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നത് വേറൊന്നുമല്ല, ഈ പറയുന്ന എന്റെ 8 വർഷത്തെ ജിം ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ബ്ലെൻഡ് ചെയ്ത് റോയൽ ഭോജൻ അല്ലെങ്കിൽ ഈ പറയുന്ന റോയൽ ലയൺ ഭുജൻ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഞാൻ ബ്ലെൻഡ് ചെയ്യുമ്പോൾ എല്ലാവിധ ആരോഗ്യ പ്രശ്നം ഇല്ലാതാക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പഞ്ചഭൂതങ്ങൾ, ഭൂമി, അഗ്നി, ജലം, വായു, ആകാശം, അതും ശുദ്ധമാക്കും. അപ്പോൾ ശരീരവും ശുദ്ധമാകും, പ്രകൃതി ശുദ്ധമാകുമ്പോൾ എല്ലാം ശുദ്ധം.